കൂട്ടുകാരെ, ഇന്നെൻ്റെ കൊച്ചു കൊച്ചു കൃഷികളാണ് കാണിക്കുന്നത് കേട്ടോ. ഇത് ഞാൻ ഒരിക്കൽ ഷോർട്ടിലിട്ടിട്ടുള്ളതാണ്, ഒരു മുസാൻ്റെ ചെടി. ഇതെൻ്റെ കോഴിവാലൻ ചെടി. ഇത് ഞാൻ മേടിച്ചിട്ടേക്കണ മാവിൻ്റെ തൈയാണ് കേട്ടോ. മഴയായിട്ടായിരിക്കും, വച്ചളത്ത് തന്നെ ഉണ്ട്. പന്നി കുത്താതിരിക്കാനാണ് എൻ്റെ മൂട്ടിലെല്ലാം ഇട്ടേക്കുന്നത്. ഇത് ശവന്നാറി. ഇത് ഒരു ചട്ടിയിൽ ഇഞ്ചി നട്ടേക്കുന്നത്. ഇതൊക്കെ പിരിച്ച് നടാൻ പരുവം കഴിഞ്ഞ ചീരകളാണ്. എന്നുവെച്ചാൽ മഴ കാരണം ഒന്നും നോക്കണില്ലൂടെ. പയർ കയറ്റി ഇട്ടേക്കാണ് ഇതിലോട്ട് കേട്ടോ. ഇതിലും ചീരത്തൈയുണ്ട്. ഇത് തെറ്റിയാണ്, കൊലത്തെറ്റി. അതിൻ്റെ നിറയെ മുട്ടുണ്ട്. ഇത് പയർ. ഇത് കുരിയമുളകിൻ്റെ തൈകളാണ് കേട്ടോ. നമ്മൾ കാശ്മീരി മുളക് കൊണ്ടുള്ള എരിയില്ലാത്ത അതിൻ്റെ തൈ. അത് വിത്തിട്ട് തയ്യായി നിൽക്കുകയാണ്. ഇതിലും ചീര തന്നെ. ഇതൊരു ഇലച്ചെടിയാണ് കേട്ടോ. അതുണ്ട് ഒരു പുതിയ മോഡൽ ചെടി. എനിക്കൊരു സ്ഥലത്തു നിന്ന് ഒരാൾ തന്നെ, എൻ്റെ ഒരു ഫ്രണ്ട്. ഇലച്ചെടിയാണ്, അങ്ങനെ ബുഷിയായിട്ട് നിൽക്കും. ഇതെല്ലാം 10 മണിയാണേ. 10 മണി കുറേ കളറുണ്ട് എനിക്ക്. ഇതിന് കൂടുതലുണ്ടായിരുന്നു ദേഹം, എല്ലാം ചീത്തായിപ്പോയി. മഴയത്ത് പ്രത്യേകിച്ചും പാഴിപ്പോവും. ഇത് കൈതോന്നി, നിങ്ങൾ എണ്ണ കാച്ചാനൊക്കെ എടുക്കുന്ന കൈതോന്നിയാണ്. ഒറ്റ മൂടാണത് കേട്ടോ. ദൂരം പടന്ന് കിടക്കുന്നുണ്ട്. അതിൻ്റെ അടിയിലുള്ള ബ്രഹ്മിയാണ്, ബ്രഹ്മി. ലേഹ്യമൊക്കെ ഉണ്ടാക്കുന്ന ബ്രഹ്മി. അതൊന്നുമില്ല, കപ്പേടിയാണ്, പണ്ടത്തെ കപ്പേടി. പണ്ട് വലിയ ഇലയായിരുന്നു. ഇത് ബുഷിയായിട്ട് നിൽക്കുന്നതാണ്, മേടിച്ച് കേട്ടോ. അതിനകത്തിൽ ഇതും ഒരു ചെടിയാണ് കേട്ടോ, പൂടിക്കുന്നതല്ല. ഇതിലെ വലിയ കലമ്പട്ടി പൂടിക്കുന്ന നമ്മളെ തോട്ടത്തിൻ്റെ അവിടെയൊക്കെ നിൽക്കുന്ന കലമ്പട്ടി ചെറിയ പോലെ. ഇത് തൊടിയും പോവാണ്. ഇതൊക്കെ ഡാലിയാണ്. മഴ പെയ്തിട്ടൊന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല, എല്ലാം ചീത്തായി പോകണം. ഉണ്ടേ, ഇത് നല്ല പിങ്ക് കളർ ഡാലിയാണ് കേട്ടോ. മഞ്ഞയെന്നും പറഞ്ഞ് നഴ്സറിയിൽ നിന്ന് മേടിച്ചതിന് പൂടിച്ചപ്പോൾ പിങ്കായി.